ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൈക്കിൾ ജാക്സന്റെ മരണം, ഡോക്ടർ കോൺറാഡ് മുറെ ജയിലിലേക്ക്. പാകിസ്ഥാൻ അതിർത്തിയിലെ നാറ്റോ സേന ആക്രമണം, ജർമ്മനിയിലെ ചർച്ച പാക് ബഹിഷ്കരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാവാൻ ഒരുങ്ങുന്ന ഹെർമൻ കെയ്നെതിരെ വീണ്ടും ആരോപണം. ഇന്ദിരാ ഗോസ്വാമി അന്തരിച്ചു, 69 വയസ്സായിരുന്നു. അന്ത്യം ഇന്ത്യയിലെ ആസാമിൽ വെച്ച്. ബാങ്കുകൾക്കെതിരെ സർക്കാർ എടുക്കുന്ന ശിക്ഷാ നടപടിയിൽ തിരുത്തൽ ആവശ്യമെന്ന് മാൻഹാട്ടൻ ഫെഡറൽ കോടതി. ഞാൻ ജയൻ ശാസ്തമംഗലം. വാർത്തകൾ വിശദമായി. ഒടുവിൽ മുറേക്ക് വിധി വന്നു. മൈക്കിൾ ജാക്സന്റെ കൊലപാതക കുറ്റം 4 വർഷം മുറേക്ക് ജയിൽ ശിക്ഷ. കാത്തിരുന്ന വിധി തന്നെ വന്നു. ഡോക്ടർ കോൺറാഡ് മുറയ്ക്ക് പരമാവധി ശിക്ഷ ലഭിച്ചു. 4 വർഷം തടവനുഭവിക്കേണ്ടി വരും. നീതിയുക്തമായ ഒരു വിധി പുറപ്പെടുവിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ന്യായാധിപൻ മൈക്കിൾ പാസ്. The fact that a jury of 12 people from remarkably different backgrounds and life experiences concluded unanimously and beyond a reasonable doubt that Dr. Murray had, with criminal negligence, caused the death of Michael Jackson. It's important to emphasize the standard of criminal negligence found by this jury beyond a reasonable doubt, because some may feel this was a medical malpractice case. It wasn't. It was and is a criminal homicide case. And this jury found beyond a reasonable doubt that the defendant with criminal negligence caused the death of Michael Jackson. പോപ്പ് സംഗീത ചക്രവർത്തി മൈക്കിൾ ജാക്സന്റെ കൊലപാതകത്തെ തുടർന്ന് നടന്ന മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷനിലാണ് ഡോക്ടറുടെ പങ്ക് വ്യക്തമായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ഈ വകുപ്പിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെ ഡോക്ടർക്ക് ലഭിക്കുകയും ചെയ്തു. വിധിയെ ജാക്സന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സ്വാഗതം ചെയ്തു. There's no way to adequately describe the loss of our beloved father, son, brother, and friend. We still look each other in disbelief. Is it really possible that he is gone? As Michael's parents, we could never have imagined that we would live to witness his passing. It is simply against the natural order of things. Jackson related that all of the family members feel angry and betrayed by the defendant, that not a day goes by when she does not think about her son, that all of her children and all of her son's children think about Michael daily. She noted that every morning he is the first thing she thinks about. Michael Jackson was his children's world, and their world collapsed when he left. വിധി നിർഭാഗ്യകരമായി എന്ന് പ്രതിഭാഗം പ്രതികരിച്ചു. We do not disagree with prosecution that this is a tragedy, and what we lost with Michael Jackson and what his children lost certainly demands punishment. US നാറ്റോ സേന നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മനിയിൽ നടത്താനിരിക്കുന്ന ചർച്ച പാകിസ്ഥാൻ ബഹിഷ്കരിക്കും. പാകിസ്ഥാനിലെ ലാഹോർ സിറ്റിയിൽ നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിലാണ് ബോൺ കോൺഫറൻസ് ബഹിഷ്കരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. എന്നാൽ US പാകിസ്ഥാൻ ബന്ധം ഏറ്റവും മോശമായ നിലയിലാണെങ്കിലും പുനഃസ്ഥാപിക്കാനാകുമെന്ന് US സംയുക്ത സേനാ തലവന്മാരുടെ സംഘത്തിന്റെ അധ്യക്ഷൻ മാർട്ടിൻ ഡെംസെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അമേരിക്ക ജർമ്മനിയിൽ നടത്താനിരുന്ന ചർച്ചയിൽ പാകിസ്ഥാൻ പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചു. പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്ന ക്യാബിനറ്റ് സമ്മേളനത്തിലാണ് ബോൺ കോൺഫറൻസിൽ പങ്കെടുക്കില്ല എന്ന് പാകിസ്ഥാൻ തീരുമാനമെടുത്തത്. ഇതോടെ US പാക് ബന്ധം കൂടുതൽ വഷളാവുന്നു എന്നുറപ്പിക്കാം. US പാകിസ്ഥാൻ ബന്ധം ഏറ്റവും മോശമായ നിലയിലാണെങ്കിലും പുനഃസ്ഥാപിക്കാനാവുമെന്ന് US സംയുക്ത സേനാ തലവന്മാരുടെ സംഘാധ്യക്ഷൻ മാർട്ടിൻ ഡെംസെ പറഞ്ഞു. നാറ്റോ ആക്രമണത്തിൽ 28 സൈനികരെ നഷ്ടപ്പെട്ട പാകിസ്ഥാന്റെ രോഷം ന്യായീകരിക്കാവുന്നതാണ്. ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തനിക്കറിയില്ലെന്നും ഇതിനെക്കുറിച്ച് സൈന്യം അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഡെംസെ പറഞ്ഞു. എന്നാൽ ഡെംസെ സംഭവത്തെ അപലപിച്ചില്ല എന്നത് പാകിസ്ഥാനെ കൂടുതൽ രോഷാകുലമാക്കിയിരിക്കുകയാണ്. ആക്രമണത്തിലും മറ്റും പ്രതിഷേധിച്ച് അഫ്ഗാനിലേക്കുള്ള അതിർത്തി കവാടങ്ങൾ പാകിസ്ഥാൻ അടച്ചു. എന്നാൽ ഇത് നാറ്റോ സൈന്യത്തിന് ആയുധങ്ങളുമായി പോകുന്ന വാഹനങ്ങളെ ബാധിക്കില്ലെന്നും പുതിയ വഴികൾ കണ്ടെത്തുമെന്നും മാർട്ടിൻ ഡെംസെ പറഞ്ഞു.
പക്ഷേ പാകിസ്ഥാനിലെ ഷംസിയിലുള്ള US രഹസ്യ വ്യോമസേനാ താവളം 15 ദിവസത്തിനകം അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് US-ന് കനത്ത തിരിച്ചടിയായി. അത് പ്രകടിപ്പിക്കാതെ പാകിസ്ഥാന്റെ ഈ ശ്രമം സൈന്യത്തെ നിർവീര്യമാക്കില്ലെന്നായിരുന്നു ഡെംസയുടെ പ്രതികരണം. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് നാറ്റോ സൈന്യം ആക്രമിച്ചതെന്ന് പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു. എന്നാൽ അഫ്ഗാൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാനിൽ നിന്നുണ്ടായ വെടിവയ്പ്പിനെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്ന് അഫ്ഗാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ ഒരുങ്ങുന്ന ഹെർമൻ കെയ്നിനെതിരെ ആരോപണങ്ങളുടെ പെരുമഴ. കെയ്നുമായി 13 വർഷത്തെ വിവാഹേതര ബന്ധമുണ്ടെന്ന വാദവുമായാണ് ജിംഗർ വൈറ്റ് എന്ന സ്ത്രീ രംഗത്തെത്തിയിട്ടുള്ളത്. 13 വർഷങ്ങളായി താനും കെയ്നുമായി ബന്ധമുണ്ടെന്നാണ് ജിഞ്ചർ വൈറ്റ് അറ്റ്ലാന്റ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. It was pretty simple. It wasn't complicated. And I was aware that he was married. And I was also aware that I was involved in a very inappropriate situation, relationship. കഴിഞ്ഞ മാസം പീഡനാരോപണവുമായി 4 വനിതകൾ കെയ്നെതിരെ രംഗത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹെർമൻ കെയ്ൻ. I have never acted inappropriately with anyone. The accusations I absolutely reject. They simply didn't happen. ആരോപണങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് സ്ഥാനാർത്ഥി സാധ്യതയിൽ ഏറെ മുന്നിലായിരുന്ന കെയ്നിന്റെ പിന്നിലേക്ക് പോക്കിന് ഇടയാക്കിയിട്ടുണ്ട്. 1990-ൽ കെയ്ൻ നാഷണൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ തലവനായിരിക്കുമ്പോൾ കെൽസക്കിൽ നടന്ന ഒരു ഔദ്യോഗിക ചടങ്ങിൽ വെച്ചാണ് ഇദ്ദേഹത്തെ ആദ്യമായി കാണുന്നതെന്നും വൈറ്റ് ടെലിവിഷൻ പരിപാടിയിൽ വ്യക്തമാക്കി. I would like to definitely see you again. You are very beautiful to me and I would, love for us to continue this friendship. നേരത്തെ പരിചയമുണ്ടെങ്കിലും ശാരീരിക ബന്ധം ആരംഭിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെയ്ൻ മത്സരിക്കുന്നെന്ന പ്രഖ്യാപനത്തിന് മുൻപാണ്. The accusations I absolutely reject. കെയ്നിന്റെ മൊബൈൽ ഫോൺ കോൺടാക്റ്റും വൈറ്റിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളെല്ലാം വെറും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയുള്ളതാണെന്നാണ് മറുവാദം. എന്നാൽ കെയ്നിന്റെ മുൻകാല റെക്കോർഡ് ഇതെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ്. പ്രചരണം ഇനിയും ശക്തമാകുമ്പോൾ ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തു വരുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാര്യമെന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളുമായി റിപ്പബ്ലിക്കൻ ക്യാമ്പ് ആശയക്കുഴപ്പത്തിലാണ്. ജ്ഞാനപീഠ ജേതാവ് ഇന്ദിരാ ഗോസ്വാമി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഇന്ത്യയിലെ അസാമിൽ വെച്ചായിരുന്നു അന്ത്യം. കവിയും സാഹിത്യകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഇന്ദിരാ ഗോസ്വാമി കഴിഞ്ഞ ദിവസം അന്തരിച്ചു. അവർക്ക് 69 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി അസുഖബാധിതയായിരുന്ന ഇവർ ഗുവാഹത്തി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. I wrote this novel after 30 years sitting in Delhi. Everybody was asking me, how is that you are here, even the Kamrupi dialect you have written so well, there's no mistake. I told them, see, the distance purifies one's feeling, and it happened to me. ഒരു സാഹിത്യകാരി എന്നതിലുപരി ആസാമിൽ വളരെ ആഴത്തിൽ വേരുകളുള്ള ഉൾഫ എന്ന തീവ്രവാദി സംഘടനയും കേന്ദ്ര സർക്കാരുമായി കഴിഞ്ഞ 27 വർഷങ്ങളായി നടക്കുന്ന ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകളിലെ സജീവ സാന്നിധ്യവുമായിരുന്നു ഇവർ. നിരവധി നോവലുകളും ചെറുകഥകളും കവിതകളും ഇവർ എഴുതുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങളും ഗോസ്വാമിയെ തേടിയെത്തി. 1983-ൽ സാഹിത്യ അക്കാദമി പുരസ്കാരവും 1989-ൽ ഭാരത് നിർമ്മാൺ പുരസ്കാരവും 2000-ൽ ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. എന്നാൽ 2002-ൽ ലഭിച്ച പത്മശ്രീ പുരസ്കാരം സ്വീകരിക്കാതിരിക്കുക വഴിയും ഇന്ദിരാ ഗോസ്വാമി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ദ മൗത്ത് ഈറ്റൻ ഹൗഡ ഓഫ് എ ടസ്കർ, ദ മാൻ ഫ്രം ചിന്നസ്ത, പേജസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് തുടങ്ങിയവയായിരുന്നു പ്രധാന കൃതികൾ. 1956 മുതൽ മരണം വരെയും ഇന്ദിരാ ഗോസ്വാമി എന്ന സാഹിത്യകാരി സജീവമായിരുന്നു. ഇടയ്ക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. വിധി വേട്ടയാടിയ ജീവിതമായിരുന്നു ഗോസ്വാമിയുടേത്. കുടുംബജീവിതം വെറും 18 മാസം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. തുടർന്നുള്ള ജീവിതം തള്ളി നീക്കാനായി ഉറക്കഗുളികളെ ആശ്രയിച്ചിരുന്നു. ആസാമിലെ ജനങ്ങൾ മാമോദി ബെഡിയോ എന്ന് വിളിച്ചിരുന്ന ഇന്ദിരാ ഗോസ്വാമിയുടെ വേർപാട് നമ്മുടെ സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്ക് ഒരു തീരാനഷ്ടമാണ്.
നിക്ഷേപകരെ പറ്റിച്ച ബാങ്കുകൾക്ക് സർക്കാർ നൽകുന്ന ശിക്ഷ വളരെ ചെറുതെന്ന് കോടതി. നിസാര തുക വാങ്ങി സിറ്റി ഗ്രൂപ്പിന് മാപ്പ് കൊടുക്കാനുള്ള നീക്കം മാൻഹാട്ടനിലെ ഫെഡറൽ കോടതി തള്ളി. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയ ഭീമൻ ബാങ്കുകൾ നിസ്സാര പിഴ ഒടുക്കി രക്ഷപ്പെടുന്നതിനെ കോടതി വിമർശിച്ചു. മോർട്ട്ഗേജ് സെക്യൂരിറ്റീസ് തട്ടിപ്പ് കേസ് $285 മില്യൺ പിഴ ഈടാക്കി ഒത്തുതീർക്കാൻ സിറ്റി ഗ്രൂപ്പും സർക്കാരിന്റെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷനും തമ്മിലുണ്ടാക്കിയ കരാർ കോടതി തള്ളുകയും ചെയ്തു. ചെറിയ പിഴ മാത്രം ഈടാക്കുമ്പോൾ നിക്ഷേപകരെ പറ്റിച്ചെന്ന വലിയ കുറ്റം സമ്മതിക്കാതെ രക്ഷപ്പെടാൻ കമ്പനിക്ക് അവസരം ലഭിക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വാൾസ്ട്രീറ്റ് ഭീമന്മാരെ ലഘുശിക്ഷ നൽകി മാപ്പാക്കുന്നതിനെതിരെയുള്ള ജനരോഷമാണ് കോടതി വിധിയിൽ തെളിയുന്നതെന്ന് നിയമവിദഗ്ധർ പറഞ്ഞു. 10 കൽപ്പനകൾ കോടതി കയറുന്നു. സ്കൂളിൽ മതകൽപ്പനകൾക്ക് സ്ഥാനമില്ലെന്ന് വാദം. വെർജീനിയയിൽ സൗത്ത് വെസ്റ്റേൺ മേഖലയിലെ പബ്ലിക് സ്കൂളിൽ 10 കൽപ്പനകൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നതിനെതിരെ കേസ്. മതവും രാജ്യവും തമ്മിൽ വേർതിരിവ് നിർബന്ധമാക്കുന്ന ഭരണഘടനയിലെ വകുപ്പാണ് ചർച്ചാ വിഷയമാകുന്നത്. സ്കൂളുകളിൽ 10 കൽപ്പനകൾ വേണോ എന്ന കാര്യം ഫെഡറൽ കോടതി തീരുമാനിക്കും. സ്കൂളുകളിൽ മതപരമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഒരു വിദ്യാർത്ഥിയും രക്ഷിതാക്കളും എതിർത്തതോടെയാണ് പ്രശ്നം ആരംഭിച്ചത്. പരാതിയെ തുടർന്ന് ജൈൽസ് കൗണ്ടി സ്കൂളിന്റെ മതിലിൽ പതിച്ചിരുന്ന 10 കൽപ്പനകൾ അധികൃതർ ഇളക്കി മാറ്റി. പകരം ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഒട്ടിച്ചിരുന്നു. ഇതിനെതിരെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് അധികൃതർ 10 കൽപ്പനകൾ വീണ്ടും മതിലിൽ പ്രദർശിപ്പിച്ചത്. ഇതാണ് ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയന്റെ സ്വേച്ഛാധിപതിയായി അറിയപ്പെട്ടിരുന്ന ജോസഫ് സ്റ്റാലിന്റെ ഏക മകൾ സെറ്റ്ലന പീറ്റർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. നവംബർ 22-നായിരുന്നു അന്ത്യം. റഷ്യൻ ഏകാധിപതിയായിരുന്ന ജോസഫ് സ്റ്റാലിന്റെ ഏക മകൾ ലെന പീറ്റേഴ്സ് അമേരിക്കയിലെ വിൻകോസിനിൽ അന്തരിച്ചു. നവംബർ 22-നായിരുന്നു ലെനയുടെ മരണം. അവർക്ക് 85 വയസ്സായിരുന്നു. അർബുദബാധയെ തുടർന്നാണ് മരണം സംഭവിച്ചത്. സംഭവം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വാർത്ത പുറത്തുവന്നത്. റിച്ച്ലാൻഡ് കൗണ്ടിയിലെ ഒരു വൃദ്ധസദനത്തിലാണ് ഇവർ അവസാനകാലത്ത് ജീവിച്ചിരുന്നത്. സോവിയറ്റ് യൂണിയനിലെ തന്റെ ജീവിതത്തിൽ 4 വിവാഹങ്ങൾ ഇവർ കഴിച്ചു. അതിലൊന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റായ പ്രജർ സിംഗ് ആയിരുന്നു. 1967 സിംഗിന്റെ മരണത്തെ തുടർന്ന് ചിതാഭസ്മവുമായി ലെന ഇന്ത്യയിലേക്ക് വന്നിരുന്നു. തുടർന്ന് ഇന്ത്യയിൽ താമസിക്കാൻ ആഗ്രഹിച്ച ലെനയെ ഇന്ത്യൻ സർക്കാർ അതിനനുവദിച്ചില്ല. പിന്നീട് പല രാജ്യങ്ങളിലേക്കും ഇവർ പോയി. അവസാനം അമേരിക്കയിലാണ് ലെനയ്ക്ക് രാഷ്ട്രീയാഭയം നൽകിയത്. ലോകത്തെ ആകെ വിറപ്പിച്ച ഒരു ഏകാധിപതിയുടെ മകളായിട്ട് പോലും അദ്ദേഹത്തിന്റെ മകളാണ് താനെന്ന സത്യം പുറത്തു പറയാതിരിക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും ശക്തമായ വിമർശകരിൽ ഒരാളായാണ് സ്വെറ്റ്ലേനയെ പിന്നീട് അറിയപ്പെട്ടിരുന്നത്. ലോകമറിയപ്പെടുന്ന എഴുത്തുകാരികളിൽ ഒരാളായിരുന്നു ഇവർ. 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ വിറ്റുപോയ തന്റെ ബാല്യകാല ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ 2 പുസ്തകങ്ങൾ ഇവയിൽപ്പെടും. 1949 മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ഇവരുടെ പിന്നീടുള്ള ജീവിതം അധ്യാപികയായും പരിഭാഷകയായുമായിരുന്നു. ഒരു ഏകാധിപതിയുടെ മകളായി ജനിച്ച് കാലങ്ങൾക്കിപ്പുറം ആരാലും അറിയപ്പെടാതെ ഒരു വൃദ്ധസദനത്തിൽ വെച്ച് മരണമടഞ്ഞ സെറ്റ്ലേന പീറ്റേഴ്സിന്റെ ജീവിതം സംഭവബഹുലമായ ഒരു അധ്യായമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ന്യൂവെറ്റ് ഗിംഗ്റിച്ചിന്റെ രൂക്ഷ വിമർശനം. സൗത്ത് കരോലിനയിൽ നടന്ന പ്രചാരണത്തിനിടെയാണ് ഗിംഗ്റിച്ച് ഒബാമയ്ക്കെതിരെ വിമർശനമുന്നയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ന്യൂവെറ്റ് ഗിംഗ്റിച്ച്. സൗത്ത് കരോലിനയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന പ്രചാരണത്തിനിടയിലാണ് ഗിംഗ്റിച്ച് ഒബാമയ്ക്കെതിരെ വിമർശനമുന്നയിച്ചത്. പ്രചാരണത്തിൽ ഗിംഗ്റിച്ച് പ്രസംഗം ആരംഭിച്ചത് തന്നെ പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. സൗത്ത് കരോലിനയിൽ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് നടപ്പിലാക്കുന്ന ഇമിഗ്രേഷൻ നിയമത്തിലെ അപാകതകളും ഗിംഗ്റിച്ച് പ്രചാരണായുധമാക്കി. വിദേശ ഭരണകൂടങ്ങൾക്ക് അമേരിക്കയിൽ ഇടപെടാനുള്ള അവസരമാണ് ഇത്തരം അപാകതകൾ വഴി ഉണ്ടാകുന്നതെന്ന് ഗിംഗ്റിച്ച് വെളിപ്പെടുത്തി. ഇതിന് തെളിവാണത്രേ ഒബാമയ്ക്ക് മെക്സിക്കോയുമായുള്ള ബന്ധം. ഗിംഗ്റിച്ച് പറഞ്ഞു, അമേരിക്കൻ പൗരത്വമുള്ളവരും വിദേശികളും ഒരുപോലെയാണ് ഈ നിയമത്തിലൂടെ അമേരിക്കയിൽ കടന്നുകൂടിയിട്ടുള്ളത്. ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അമേരിക്കയ്ക്ക് വ്യക്തമായ നിയമമുണ്ടെന്നും ഇവിടത്തെ ജനങ്ങൾക്കെതിരായി വിദേശികളെ സഹായിക്കാൻ ഒരു പ്രസിഡന്റിനെയും അനുവദിക്കില്ലെന്നും ഗിംഗ്റിച്ച് കൂട്ടിച്ചേർത്തു. ഗിംഗ്റിച്ചിന്റെ പ്രസംഗം ജനങ്ങളിൽ ആവേശമുണർത്തിയെന്ന് വേണം അനുമാനിക്കാൻ. കയ്യടികളോടെയും ആരവങ്ങളോടെയുമാണ് അവർ ഗിംഗ്റിച്ചിന്റെ വാക്കുകളെ എതിരേറ്റത്. ഇനിയും ഒരു നാൾ കൂടി സൗത്ത് കരോലിനയിൽ ഗിംഗ്റിച്ചിന്റെ പ്രചാരണം നടക്കും. ഓക്ലൻഡ് തെരുവിൽ വെടിവയ്പ്. 1 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 8 പേർക്ക് പരിക്ക്. 8 പേരുടെയും നില ഗുരുതരമെന്നാണ് റിപ്പോർട്ട്. കുഞ്ഞിനെ സിറ്റിയിലെ കുട്ടികളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തിങ്കളാഴ്ച വൈകിട്ടോടെ ലിക്കർ സ്റ്റോറിന്റെ പാർക്കിംഗ് ലോട്ടിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ സമയത്താണ് വെടിവെപ്പുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ മറ്റുള്ളവരെ ലോക്കൽ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിരുന്നു. 1 വയസ്സുള്ള കുഞ്ഞിന്റെ പിതാവിനും വെടിയേറ്റിരുന്നു. കുഞ്ഞിന്റെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. പല ഭാഗത്തു നിന്നുണ്ടായ വെടിവെപ്പാകാനാണ് സാധ്യതയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ലഭ്യമായിട്ടില്ല. 17ാമത് കാലാവസ്ഥാ ഉച്ചകോടി സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ ആരംഭിച്ചു. 200 രാജ്യങ്ങളിൽ നിന്നായി 5000-ലേറെ പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ആശങ്കയ്ക്കും പ്രതീക്ഷകൾക്കും നടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ 17ാമത് കാലാവസ്ഥാ ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ ആരംഭിച്ചു. ആഗോളതാപനത്തിന് കാരണമായ കാർബൺ ബഹിർഗമനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി 1997 അവതരിപ്പിക്കപ്പെട്ട കോട്ടോ ഉടമ്പടിയുടെ കാലാവധി 2012 ജനുവരിയിൽ അവസാനിക്കാനിരിക്കെയാണ് ലോകരാജ്യങ്ങൾ പുതിയ ഉടമ്പടി രൂപവൽക്കരിക്കാനായി ഡർബനിൽ ഒത്തുചേർന്നിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ജേക്കബ് സുമോയും ചാഡ് പ്രസിഡന്റ് ഇദ്രിസ് ദേബി ഇറ്റനോയും മുഖ്യാതിഥികളായിരുന്നു. കോട്ടോ ഉടമ്പടിയുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതിയ ഉടമ്പടി നിലവിൽ വരേണ്ടത് അനിവാര്യമാണെങ്കിലും ലോകരാജ്യങ്ങൾ തമ്മിൽ ഇനിയും ഈ വിഷയത്തിൽ സമവായത്തിലെത്തിയിട്ടില്ല. കോട്ടോയുടെ തുടർച്ചയായി കഴിഞ്ഞ വർഷം നടന്ന കോപ്പൻഹേഗൻ ഉച്ചകോടി കടുത്ത നിരാശ അവശേഷിപ്പിച്ചാണ് പിരിഞ്ഞത്. കാർബൺ ബഹിർഗമനം നിയന്ത്രിക്കേണ്ടതിന്റെ തോത് സംബന്ധിച്ചും ഇതിനുള്ള ഉത്തരവാദിത്തം സംബന്ധിച്ചുമാണ് വികസ്വര രാജ്യങ്ങൾ തമ്മിൽ പ്രധാനമായും ഭിന്നത നിലനിൽക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടേണ്ടത് ലോക ജനതയുടെ പൊതുവായ ലക്ഷ്യമാണെങ്കിലും ഓരോ രാജ്യങ്ങൾക്കും ഇക്കാര്യത്തിൽ വ്യത്യസ്ത ചുമതലകളാണ് നിറവേറ്റാനുള്ളതെന്ന് വ്യക്തമാക്കുന്ന കോട്ടോ ഉടമ്പടി അമേരിക്ക ഉൾപ്പെടെയുള്ള വ്യവസായവൽകൃത രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. കോട്ടോയുടെ ബദൽ ഉടമ്പടി രൂപരേഖ ഡർബനിൽ തയ്യാറാക്കുമെന്ന് UN കാലാവസ്ഥാ വിഭാഗം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് വൈകിപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് $1000 കോടി സഹായം നൽകുന്നതിനുള്ള ഹരിത ഫണ്ട് സംബന്ധിച്ചും ഈ ഉച്ചകോടിയിൽ അന്തിമ തീരുമാനമുണ്ടാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചേരുന്ന ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ച് ആശാവഹമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 17ാമത് കാലാവസ്ഥാ ഉച്ചകോടിയിൽ 200 രാജ്യങ്ങളിൽ നിന്നായി 5000-ഓളം ഡെലിഗേറ്റ്സുകൾ പങ്കെടുക്കും. 194 നിരൂപകരും അടുത്ത 2 ആഴ്ച നീളുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് പോപ്പ് ബെനഡിക്ട് 16 ആശംസകൾ നേർന്നു. Auspico che tutti i membri della comunità internazionale concordino una risposta responsabile, credibile e solidale a questo preoccupante e complesso fenomeno, tenendo conto delle esigenze delle popolazioni più povere e delle generazioni future. ഷിക്കാഗോയിൽ വിമാനം തകർന്ന് 3 പേർ കൊല്ലപ്പെട്ടു. രോഗിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന മൾട്ടി എഞ്ചിൻ പെപ്പർ നെവാജോ വിമാനമാണ് ഇന്ധന പ്രശ്നം മൂലം തകർന്നു വീണത്. ദുരന്തങ്ങൾ അമേരിക്കയെ വിട്ടൊഴിയുന്നില്ല. ഷിക്കാഗോയുടെ നോർത്ത് വെസ്റ്റ് മേഖലയിലെ നദിക്കരയിലേക്ക് വിമാനം തകർന്നു വീണ് 3 പേർ കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച രാത്രിയോടെ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. മൾട്ടി എഞ്ചിൻ പൈപ്പർ നെവാജോ വിമാനമാണ് ഫ്യൂവൽ പ്രശ്നം മൂലം തകർന്നു വീണത്. കഴിഞ്ഞ ദിവസം 173 യാത്രക്കാരുമായി ന്യൂയോർക്കിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിൽ പുക കണ്ടതിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കിയിരുന്നു. കഴിഞ്ഞ മാസത്തിലായിരുന്നു റെനോയിൽ സംഘടിപ്പിച്ച മത്സരത്തിനിടെ വിമാനം തകർന്ന് കാണികൾക്കിടയിലേക്ക് വീണ് നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇനി ഒരിടവേള.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. കാർട്ടർ ബ്ലഡ് കെയറിന്റെ സഹകരണത്തോടെ വേൾഡ് മലയാളി കൗൺസിൽ നോർത്ത് ടെക്സാസ് പ്രോവിൻസും ഡാളസ് പ്രോവിൻസും സംയുക്തമായി രക്തദാന യജ്ഞം ഡാളസിലെ മെസ്ക്രീഡ് സിറ്റിയിൽ സംഘടിപ്പിച്ചു. സണ്ണിവെയിൽ സിറ്റി കൗൺസിലറും മലയാളിയുമായ സജി ജോർജ്, നോർത്ത് ടെക്സാസ് ഡാളസ് പ്രോവിൻസ് പ്രസിഡന്റുമാരായ PC മാത്യു, ഏലിയാസ് പത്രോസ് എന്നിവർ രക്തം നൽകി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ഗോപാലപിള്ള, വർഗീസ് അലക്സാണ്ടർ, ഫിലിപ്പോസ് തോമസ് എന്നിവർ യജ്ഞത്തിന് നേതൃത്വം നൽകി. ഫോമയുടെ 3ാമത് അന്താരാഷ്ട്ര കൺവെൻഷനായ കൺവെൻഷൻ അറ്റ് സീ 2012 ഓഗസ്റ്റ് 1 മുതൽ 6 വരെ നടക്കും. ആഡംബര കപ്പലായ കാർണിവൽ ഗ്ലോറിയിലാണ് കൺവെൻഷൻ നടക്കുക. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രവാസി കേരള കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതാക്കൾ അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തിന്റെ നില 120 അടിയായി താഴ്ത്തുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചാൽ പ്രശ്നത്തിന് താൽക്കാലികമായ പരിഹാരമാകുമെന്നും ഭൂചലനങ്ങളെ അതിജീവിക്കത്തക്ക രീതിയിൽ ഏറ്റവും പുതിയ ഡാം നിർമ്മിക്കുകയുമാണ് ശാശ്വതമായ പരിഹാരമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് പ്രവാസി കോൺഗ്രസ് അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിൽ പ്രതികരിച്ചു. പ്രവാസി കേരള കോൺഗ്രസ് നാഷണൽ സെക്രട്ടറി തോമസ് എബ്രഹാം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അഡ്വൈസറി ബോർഡ് ചെയർമാൻ സക്രിയ കരുവേലി, നാഷണൽ കോർഡിനേറ്റർ മാത്തുക്കുട്ടി ആലുംപറമ്പിൽ, ജനറൽ സെക്രട്ടറി ഷോളി കുമ്പളുവേലി തുടങ്ങിയവരും യോഗത്തിൽ സംസാരിച്ചു. മഠത്തിലേട്ട് ടോം തോമസ് തമ്പായിൽ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ഡിസംബർ 3 സേക്രഡ് ഹാർട്ട് ക്നാനായ കാത്തലിക് ദേവാലയത്തിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ഹിൽസ്ബർഗ് മെമ്മോറിയൽ സെമിത്തേരിയിൽ നടക്കും. സതേൺ റെയിൽവേ കേരളത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മെഡിക്കൽ കോളേജ് ചെറിയനാട് സ്ഥാപിക്കണമെന്ന് ചെങ്ങന്നൂർ അസോസിയേഷൻ സതേൺ റെയിൽവേയോട് അഭ്യർത്ഥിച്ചു. യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുമില്ലാതെ കാടുപിടിച്ചു കിടക്കുകയാണ് ചെറിയനാടുള്ള സതേൺ റെയിൽവേയുടെ 36 സെന്റ് സ്ഥലം. ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിക്കാൻ റെയിൽവേ തയ്യാറാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ചെങ്ങന്നൂർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. തിരുവല്ല ആഞ്ഞിലിത്താനം ആങ്ങയിൽ താഴെ വീട്ടിൽ റവറന്റ് ജേക്കബ് തോമസ് നിര്യാതനായി. സംസ്കാരം ഡിസംബർ 3 ന്യൂയോർക്കിൽ നടക്കും. ക്നാനായ കാത്തലിക് യൂത്ത് ലീഗ് ഓഫ് നോർത്ത് അമേരിക്കയുടെ യൂത്ത് സമ്മിറ്റ് ഡിസംബർ 27 മുതൽ 30 വരെ അറ്റ്ലാന്റയിൽ നടക്കും. സമ്മിറ്റിൽ വിദ്യാഭ്യാസവും ആത്മീയവുമായ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും. മുല്ലപ്പെരിയാറിൽ ജലം ജീവനെടുക്കാൻ ഒരുങ്ങുന്ന ബോംബായി നിൽക്കുന്നു. എന്നാൽ ഒരു കാലത്ത് ജലസമ്പന്നമായിരുന്ന ഭാരതപ്പുഴയുടെ അവസ്ഥ വിഭിന്നമാകുന്നു. കൊച്ചു കേരളത്തിലെ വിധി വൈരുദ്ധ്യം. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ് നമ്മുടെ സ്വന്തം ഭാരതപ്പുഴ. ഒരിക്കൽ ജലസമൃദ്ധമായിരുന്ന പുഴയെ മനുഷ്യർ ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു. കടുത്ത വേനൽക്കാലത്ത് പോലും കടത്തുവള്ളത്തിനെ ആശ്രയിച്ച് പുഴ കടന്നിരുന്ന പ്രദേശവാസികൾക്ക് അതൊരു ഭൂതകാലത്തിന്റെ ഓർമ്മ മാത്രമായി. നമ്മുടെ കവികളും സാഹിത്യകാരന്മാരും സിനിമാക്കാരും ഭാരതപ്പുഴയെ കണക്കാക്കിയിരുന്നത് ദൈവത്തിന്റെ സ്വന്തം വരദാനമായാണ്. അതിനാൽ തന്നെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നിളയെ പല സുപ്രധാന രചനകളിലും ഇവർ വർണ്ണിച്ചുകൊണ്ടെഴുതി. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനുമായി ഭാരതപ്പുഴയും ഇതിനോട് ചേർന്നുള്ള മണൽപ്പരപ്പും. മനുഷ്യൻ പണത്തിനു വേണ്ടി പുഴയെ ഊറ്റി അതിന്റെ ഹൃദയത്തിൽ നിന്ന് മണലെടുത്തു. ആദ്യം ആവശ്യത്തിന്, പിന്നീട് ആർത്തിമൂത്ത് മൊത്തമായും പുഴയെ കൊന്ന് ആയിരക്കണക്കിന് ലോഡ് മണൽ കൊണ്ടുപോയി. മുമ്പേ മണൽ കോരിയിരുന്നു, പക്ഷെ ഇത്രയൊന്നും ശല്യം ഉണ്ടായിരുന്നില്ല. മുമ്പേയൊക്കെ ആൾക്കാരിങ്ങനെ ഉപജീവനത്തിന് വേണ്ടി കുറച്ചൊക്കെ ആൾക്കാർ ഊറ്റിയെടുത്തിട്ടും കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ലോഡ് കണക്കിലേ പോകണമെന്ന് തോന്നുന്നത്. ഞങ്ങളൊക്കെ കിടന്നുറങ്ങല്ലേ, രാത്രിയൊന്നും അറിയില്ലല്ലോ, പകലൊന്നും ആരും കൊണ്ടുപോകണില്ല. മണലെടുക്കാനായി കുഴിച്ചതോടെ പുഴ ഗതിമാറി ഒഴുകി. ഇതോടെ വെള്ളത്തിന്റെ അളവും കുറഞ്ഞു. പുഴയുടെ നല്ലൊരു ഭാഗവും മണൽക്കൂനകളായി മാറി. പിന്നീട് മണൽക്കൂനകളിൽ പുല്ലു വളർന്നു. ഇന്ന് ഭാരതപ്പുഴയെ കാണുന്ന ഓരോരുത്തർക്കും പുഴ കാണാൻ കഴിയില്ല. മറിച്ച് പുല്ല് വളർന്ന് വികലമായ ഒരു കരഭൂമി എന്ന് മാത്രമേ മനസ്സിലാകൂ. മുമ്പൊക്കെ നന്നായി നിറഞ്ഞിരുന്നു, പുഴ നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ ഇങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് തോണിയില വരിക,
കുറേ ആൾക്കാർ ഇവിടുന്ന് അറ്റം വരയ്ക്കും ക്യൂ ഒക്കെ നിന്നിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മോട്ടറുള്ള തോണിയൊക്കെ കൊടുന്നു. അത് 2-3 വർഷത്തോളം അങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പാലൊക്കെ വന്നപ്പോൾ സൗകര്യമായി. പക്ഷേ പുഴയിൽ വെള്ളമൊന്നുമില്ല. എപ്പം നോക്കുമ്പോഴും കാടും പൊന്തയും അങ്ങനെ ആയിട്ട് കിടക്കുക. ഇപ്പോൾ നന്നായി വെള്ളം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുവരെയൊക്കെ കയറി നിന്നിരുന്നു വെള്ളം. ഞങ്ങളുടെ ഈ വീട്ടിലേക്കൊക്കെ കയറിയിരുന്നു വെള്ളം മുന്നേ. ഇപ്പോൾ പിന്നെ 2 വർഷമായിട്ട് അതൊന്നുമില്ല. മണലെടുത്ത് നശിപ്പിച്ച് മരണത്തെ മുഖാമുഖം കാണുന്ന ഓരോ നദിയും വേദനയോടെ കാണുന്ന തങ്ങളുടെ മുൻഗാമിയാണ് നിള. ഭാരതപ്പുഴയുടെ സുവർണകാലം മനസ്സിൽ സൂക്ഷിക്കുന്ന പഴമക്കാർക്ക് പുഴയുടെ ഇന്നത്തെ അവസ്ഥ സഹിക്കാവുന്നതിലുമേറെയാണ്. പിന്നെ ഇങ്ങനെ ഈ പാലൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയായി. പക്ഷേ അപ്പോഴും പുഴയിലേക്കൊക്കെ നോക്കുമ്പോൾ സങ്കടം തോന്നുക ചെയ്യുന്നത് ഈ മൊന്തയൊക്കെ അങ്ങനെ നിൽക്കുക കാരണം കൊണ്ട്. ഒരിക്കൽ ജലനിബിഡമായിരുന്ന പുഴ ഇന്നൊരു ജലരേഖയായി മാറി. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കാലം മാറുമ്പോൾ ഇനിയുള്ളവർക്ക് ഇങ്ങനെയൊരു പുഴയുണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊടുക്കേണ്ടി വരുമോ എന്ന ഭീതിയും ഇവർ പങ്കുവച്ചു. ഭാരതപ്പുഴ വെറുമൊരു പുഴ മാത്രമല്ല, നിരവധി ജില്ലകൾക്ക് ജീവജലമാണ്. ധാരാളം കുടിവെള്ള പദ്ധതികൾ ഈ പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നുമുണ്ട്. നാശത്തെ മുഖാമുഖം കാണുന്ന പുഴയ്ക്ക് ഇന്ന് ഇവയൊരു ബാധ്യതയാണ്. പുണ്യവാഹിനിയായാണ് നിളയെ ഹിന്ദുക്കൾ കാണുന്നത്. പുഴയുടെ പഴയ പ്രതാപമൊന്നും ഇന്നില്ലെങ്കിലും ഭാരതപ്പുഴ ഇന്നും ഒഴുകുകയാണ്. ഒരു പ്രതിഷേധത്തിന്റെ സൂചകമായി, ആരോടും പരിഭവങ്ങളില്ലാതെ നിശബ്ദമായി. മുല്ലപ്പെരിയാർ ആശങ്കകൾ അകലുന്നില്ല. പ്രതിഷേധം ശക്തമാക്കി കേരളം സജീവമാകുന്നു. മുല്ലപ്പെരിയാറിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിലും തമിഴ്നാട്ടിലും ശക്തമാകുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് വിരാമമാകുന്നില്ല. പുതിയ ഡാമെന്ന ആവശ്യവുമായി കേരളവും പഴയതിനെ പൊളിക്കാൻ അനുവദിക്കില്ലെന്നറിയിച്ച് തമിഴ്നാടും വാദപ്രതിവാദങ്ങളുമായി ഇന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ സജീവമായിരുന്നു. ഇരു സംസ്ഥാനങ്ങളിലെയും എംപിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധമുയർത്തി. പ്രശ്നത്തിൽ കേരളത്തിൽ ഇന്നും പ്രതിഷേധങ്ങളുടെ വേലിയേറ്റമായിരുന്നു. പീരുമേട് MLA BS ബിജിമോളുടെ നിരാഹാര സത്യാഗ്രഹം 3-ാം ദിവസവും തുടരുന്നു. BJP ആഹ്വാനം ചെയ്ത ഇടുക്കി ജില്ലാ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന 4 ജില്ലകളിലെ ഹർത്താലും പൂർണ്ണമായിരുന്നു. കുമിളി ചെക്ക് പോസ്റ്റിൽ തദ്ദേശവാസികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും 2-ാം ദിവസവും തുടരുന്നു. ഇന്നും ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഒഴികെ ഒരു വാഹനവും ഇതുവഴി കടത്തിവിട്ടില്ല. സംസ്ഥാനത്താകമാനം വിവിധതരം പ്രക്ഷോഭങ്ങൾ ആളിപ്പടരുകയാണ്. ഇതിനിടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ സംഘം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കാൻ ധാരണയായതായി അറിയുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗം പുതിയ ഡാമിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകി. ഡിസംബർ 8-ന് LDFന്റെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കും. ഇതിനിടെ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇന്നും ശക്തമായ മഴയാണ് പെയ്തത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പ്രായഭേദമന്യേ ഓരോ ദിവസവും കൂടുതലായി തെരുവിലേക്കിറങ്ങുകയാണ്. ഇതൊരു ആനുകൂല്യത്തിനു വേണ്ടിയുള്ള ഭിക്ഷയാചിക്കലല്ല, ജനിച്ച മണ്ണിൽ ജീവിക്കാനായുള്ള ജീവിത സമരമാണ്. ഇതിന്റെ വിജയത്തിനായി മുല്ലപ്പെരിയാറിൽ നിന്ന് ഏറെ അകലെയാണെങ്കിലും നമുക്കും കൈകോർക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൈക്കിൾ ജാക്സന്റെ മരണം, ഡോക്ടർ കോൺറാഡ് മുറെ ജയിലിലേക്ക്. പാകിസ്ഥാൻ അതിർത്തിയിലെ നാറ്റോ സേന ആക്രമണം, ജർമ്മനിയിലെ ചർച്ച പാക് ബഹിഷ്കരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാവാൻ ഒരുങ്ങുന്ന ഹെർമൻ കെയ്നെതിരെ വീണ്ടും ആരോപണം. ഇന്ദിരാ ഗോസ്വാമി അന്തരിച്ചു, 69 വയസ്സായിരുന്നു. അന്ത്യം ഇന്ത്യയിലെ ആസാമിൽ വെച്ച്. ബാങ്കുകൾക്കെതിരെ സർക്കാർ എടുക്കുന്ന ശിക്ഷാ നടപടിയിൽ തിരുത്തൽ ആവശ്യമെന്ന് മാൻഹാട്ടൻ ഫെഡറൽ കോടതി.
ഇതോടെ ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.